എച്ച് സലാം MLA ഉന്നം വെച്ച് മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ. അമ്പലപ്പുഴയിൽ നിന്നുള്ള ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ CPMകാർ നികൃഷ്ടമായ രീതിയിൽ അധിക്ഷേപിക്കുന്നു. ഇത് പൊളിറ്റിക്കൽ ക്രിമിനലിസമാണെന്നും ജി സുധാകരൻ പറഞ്ഞു. ജി സുധാകരന്റെ വാക്കുകൾ കേൾക്കാം. പട്ടിനായ തന്തയില്ലാത്തവനെ അങ്ങനെ അച്ഛനെ വരെ പറഞ്ഞു മൊട്ടത്തലയ. അപ്പോൾ ആൾക്കാർ ഏതെങ്കിലും തലയിൽ ഒട്ടിച്ച് വെച്ച് നടക്കാൻ പറ്റുമോ? ഞാനൊരാളെ ആക്ഷേപിക്കുന്ന ഒരു പോസ്റ്റും ഇന്നുവരെ ഇട്ടിട്ടില്ല, ഇടാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ടല്ല, ഇതിപ്പോൾ ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ ജനപ്രതിനിധികളുണ്ട്. അമ്പലപ്പുഴയിലെ തന്നെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഇപ്പോൾ ഡിസ്ട്രിക്ട് കമ്മിറ്റിയിലുണ്ട്. അയാളൊരു വീഡിയോ ഉണ്ടായിക്കൊണ്ട് വന്ന് എന്നെ ആക്ഷേപിക്കുന്ന ഒരു വീഡിയോ ആണത്. വാർത്തയുടെ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഈ ജി സുധാകരനെതിരെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അതിൽ നേതൃത്വം വഹിക്കുന്നത് എച്ച് സലാം MLA എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പറയാതെ തന്നെ ജി സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് സുധാകരൻ വ്യക്തമാക്കുന്നത്? നീലിമ, ഏറെ നാളായി CPMനുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ചില അധിക്ഷേപങ്ങൾ ജി സുധാകരന് നേരിടേണ്ടി വരുന്നുണ്ട്. അത് പല പല കാര്യങ്ങൾ. ആദ്യം BJPയിലേക്ക് ജി സുധാകരൻ പോകുന്നു എന്ന തരത്തിൽ പ്രചരണം നടത്തിക്കൊണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നു എന്ന തരത്തിലുള്ള പ്രചരണത്തിനൊപ്പമായിരുന്നു ഈ വിമർശനങ്ങളെല്ലാം. ഇതിൽ വിമർശിക്കുമ്പോൾ ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്നുള്ള ഒരു മുതിർന്ന പാർട്ടി അംഗമാണെന്ന ഒരു പരിഗണന പോലും നൽകാത്ത രീതിയിൽ അച്ഛനെ പോലും വിളിച്ചുകൊണ്ടാണ്, അത്രയ്ക്ക് പിതൃശൂന്യൻ എന്ന രീതിയിൽ പോലും വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അധിക്ഷേപങ്ങളാണ് നടക്കുന്നത്. അത്രയ്ക്ക് പറയാൻ അറയ്ക്കുന്ന അസഭ്യ വാക്കുകൾ പോലും ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും മുതിർന്ന ഒരു CPM നേതാവിനെ CPMനുള്ളിൽ നിന്നുള്ളവർ തന്നെ നിരന്തരം അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം, അമ്പലപ്പുഴ മുൻ ഏരിയ സെക്രട്ടറി കൂടിയായ ഓമനക്കുട്ടൻ എന്ന വ്യക്തി അടക്കം അധിക്ഷേപിക്കുന്നു എന്നതാണ് ജി സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരത്തിൽ അധിക്ഷേപിക്കുമ്പോൾ അതിൽ DYFIയുടെ ജില്ലാ ഭാരവാഹിയുണ്ട്. അയാളുടെയും പേര് എടുത്തു പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ജി സുധാകരൻ വിമർശിക്കുന്നത്. ആ രീതിയിൽ അധിക്ഷേപം തുടരുമ്പോഴും ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെയുള്ള പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമുണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമുണ്ട്, ജില്ലാ സെക്രട്ടറി അടക്കമുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഇവരാരും ഇതിനെ തടയിടുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വിമർശനകരമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതിലുപരി ഇത്തരത്തിൽ വിമർശിക്കുന്നവർ, അവർ പാർട്ടിയുടെ ചരിത്രമോ ഇതൊന്നും തന്നെ മനസ്സിലാക്കാതെയാണ് വിമർശിക്കുന്നത് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിമർശനമെല്ലാം ലക്ഷ്യം വെക്കുന്നത് താൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണം എന്ന ഗൂഢ ലക്ഷ്യത്തോടു കൂടിയാണ് നടത്തുന്നത്. ഇത് ചില ജനപ്രതിനിധി, അമ്പലപ്പുഴയിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ, അത് പേര് പറയാതെ പറയുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ജി സുധാകരന് ഒരു പുരസ്കാരം കിട്ടി. അത് P സുധാകരൻ എന്ന ജി സുധാകരനൊപ്പം തന്നെ പ്രവർത്തിച്ച ഒരു CPM പ്രവർത്തകൻ്റെ പേരിലുള്ള പുരസ്കാരമാണ്. ആ പുരസ്കാരം ജി സുധാകരന് നൽകരുത് എന്ന് പറഞ്ഞ് അവരുടെ P സുധാകരൻ്റെ കുടുംബാംഗങ്ങളെ ഫോണിൽ വിളിച്ച് ഈ ജനപ്രതിനിധി സംസാരിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇത്തരക്കാർക്കെതിരെ നടപടി വേണം. അതോടൊപ്പം തന്നെ ജി സുധാകരൻ ചൂണ്ടിക്കാട്ടുന്നത് പാർട്ടിക്കുള്ളിലെ ചില തെറ്റുകൾ, അതിനെ വിമർശിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ചില ചെയ്തികൾ, ചില പ്രവർത്തികളെ വിമർശിക്കുമ്പോൾ അത് ഓരോ വ്യക്തികൾക്കെതിരെ എന്ന് അവർ ധരിച്ചുകൊണ്ട് തന്നെ ആക്രമിക്കുകയാണ്. താൻ ഒരാൾക്കെതിരെയും ഇത്തരം പോസ്റ്റ് ഇട്ടിട്ടില്ല. ഇപ്പോൾ പറയുന്നു ദേവസ്വം ബോർഡിലെ തന്നെ 2 വർഷമായി ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ കാലാവധി ചുരുക്കി. അത് ഇപ്പോൾ വീണ്ടും 4 ആക്കാൻ ശ്രമിക്കുന്നു. ഓൾറെഡി തന്നെ അത് 3 ആക്കി കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള തിരുത്തലുകൾ കൊണ്ടുവരുന്നതിന് പാർട്ടി തലത്തിൽ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ച ഇത്തരം കാര്യങ്ങൾ മാറ്റുമ്പോൾ അത് അഴിമതിക്ക് വളം വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ അഴിമതി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കലാണ് എന്നത് ചൂണ്ടിക്കാണിക്കുന്നു. താങ്കൾ കൈകാര്യം ചെയ്ത വകുപ്പുകൾ തന്നെ, കയർ വകുപ്പ് ജി സുധാകരൻ കൈകാര്യം ചെയ്തിരുന്നതാണ്. ആ വകുപ്പ് കൃത്യമായി നടത്തിക്കൊണ്ടുപോയി അന്ന് കയർ തൊഴിലാളികൾക്കും കയർ ഉൽപ്പാദകർക്കുമെല്ലാം വളരെ ഗുണകരമായ രീതിയിൽ കയർ വകുപ്പ് മാറിയപ്പോൾ അതിൻ്റെ അവസ്ഥ ഇന്ന് എന്താണെന്നുള്ളൊരു ചോദ്യം. കയർ കോൺക്ലേവ് നടത്തി. കയർ തൊഴിലാളികൾക്ക് പോലും ഈ കോൺക്ലേവ് എന്താണെന്ന് അറിയാത്ത രീതിയിൽ പ്രഹസനമായി ഇത്തരം കാര്യങ്ങൾ മാറുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. സുധീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.